മാധു, ഒരു 5 മിനിറ്റ് കൂടിയായിരിക്കും ഇനി വേലിക്കകത്ത് വീട്ടിൽ VS അച്യുതാനന്ദൻ ഉണ്ടായിരിക്കുക. അദ്ദേഹം ഈ വീട്ടിൽ നിന്ന് അവസാന യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ ഈ പൊതുദർശനം ഏതാണ്ട് പൂർത്തിയാകുകയാണ്. ഇവിടെ ഉണ്ടായിരുന്നവർ ഏതാണ്ട് VSനെ ഒരു നോക്ക് കണ്ട് മടങ്ങിക്കഴിഞ്ഞു. ഇനി പരമാവധി ആളുകൾ ഈ ക്യൂവിൻ്റെ ഭാഗമാവരുത് എന്ന് ഏതാണ്ട് അരമണിക്കൂറായി അമ്പലപ്പുഴ MLA H. സലാം അഭ്യർത്ഥിക്കുകയായിരുന്നു. എല്ലാവരോടും റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പോകാൻ പാർട്ടി നേതൃത്വം അഭ്യർത്ഥിക്കുകയായിരുന്നു. അതുകൊണ്ട് നിരവധി പേർ അതുവഴി വീണ്ടും തിരിച്ചു പോയിട്ടുണ്ട് VSനെ റിക്രിയേഷൻ ക്ലബ് ഗ്രൗണ്ടിലെത്തി കാണാനായി. ഇപ്പോൾ ഈ പൊതുദർശനം പൂർത്തിയായി. വേലിക്കകത്ത് വീട്ടിൽ നിന്ന് VS അച്യുതാനന്ദൻ അവസാന യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. അദ്ദേഹം പോകുന്നത് പാർട്ടി ഓഫീസിലേക്കാണ്. തിരുവമ്പാടിയിലെ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ്. VS അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവിനെ വളർത്തിയെടുത്ത അദ്ദേഹത്തിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ദീർഘകാലം അവിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നയാളാണ് VS അച്യുതാനന്ദൻ. വെറും 31ാമത്തെ വയസ്സിൽ ആലപ്പുഴ പോലെ ഒരു വിപ്ലവ മണ്ണിലെ പാർട്ടിയെ നയിച്ചയാളാണ് VS അച്യുതാനന്ദൻ. അത്രമാത്രം വലിയ കരുത്തുള്ള നേതാവായിരുന്നു. അതിൽ നിന്ന് തന്നെ അദ്ദേഹം വലിയ നേതാക്കൾ, ആലപ്പുഴയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേതാക്കൾക്കൊരു പഞ്ഞവുമില്ലായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. തല മുതിർന്ന നേതാക്കളൊക്കെ ഉള്ളപ്പോഴായിരുന്നു VS അച്യുതാനന്ദൻ ആ പാർട്ടിയെ നയിക്കാനുള്ള നിയോഗം ഏറ്റെടുത്തത്. അവിടെ പാർട്ടിയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയ നേതാവാണ് VS അച്യുതാനന്ദൻ. തൻ്റെ ആ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക്, CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് VS അച്യുതാനന്ദൻ ഈ യാത്രയാകാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ ഈ പൊതുദർശനം ഏതാണ്ട് 2 മണിക്കൂറിലേറെയാണ് നീണ്ടു നിന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞു. ഇങ്ങോട്ടേക്ക് എത്തിയ ഒരാൾ അയാളുടെ നാവ് മുറിഞ്ഞ് മുദ്രാവാക്യം വിളിക്കുമ്പോൾ ചോര പുറത്തേക്ക് വരികയാണ്. പോരാളികളുടെ പോരാളി, കണ്ണേ കരളേ VS എന്ന ആർത്ത് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആളുകൾ ഇങ്ങോട്ട്, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നു. പലരും ചെറിയ കുട്ടികളെ പോലും ചുമലിൽ ഏറ്റിക്കൊണ്ട് VSനെ ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചു പോകാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്നു. അത്തരത്തിൽ ഈ ബാരിക്കേഡുകളെയൊക്കെ പോലും തകർക്കുന്ന രീതിയിലേക്ക് ഒരു ഘട്ടത്തിൽ ഇവിടുത്തെ ജനസഞ്ചയം മാറി. കാരണം VS അച്യുതാനന്ദൻ എന്നത് മലയാളികൾക്ക് മറക്കാനാകാത്ത ഒരു വ്യക്തിത്വമാണ്. VS എന്ന വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾക്കിടയിലാണ് VS അന്ത്യനിദ്ര കൊള്ളുന്നത്. മനുഷ്യരുടെ ഹൃദയത്തിലാണ് ഇനി ജീവിക്കുക എന്ന തുറന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുകയാണ്. വേലിക്കകത്ത് വീട്ടിൽ നിന്ന് VS പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളാണ്. ഈ വീട്ടിൽ നിന്ന് എല്ലാ കാലവും VS പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളതെല്ലാം ആൾക്കൂട്ടങ്ങളിലേക്കാണ്. ഈ വീട്ടിൽ നിന്ന് VS തൊട്ടുപിറ്റേ ദിവസം, ഈ വിവാഹം കഴിഞ്ഞ തൊട്ടുപിറ്റേ ദിവസം നിയമസഭയിലേക്ക് VS എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെ ആൾക്കൂട്ടങ്ങളുടെ ആവശ്യങ്ങൾ, ജനങ്ങളുടെ ആവശ്യങ്ങൾ, അഭിലാഷങ്ങൾ, അതിനു തന്നെയാണ് എന്നും അദ്ദേഹം പ്രാമുഖ്യം നൽകിയിരുന്നത്. ഒരു വീട് അത് ജനങ്ങൾക്കിടയിലാണ്, ഒരു കുടുംബം അത് ജനങ്ങളാണ് എന്ന് ജീവിതം കൊണ്ട് പ്രഖ്യാപിച്ച മനുഷ്യൻ ചെങ്കൊടി പുതച്ച് വീണ്ടും മനുഷ്യരുടെ ഇടയിലേക്ക് പോവുകയാണ്. പക്ഷേ അത് അന്ത്യയാത്രയാണ്. VS അച്യുതാനന്ദൻ പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. എത്ര സാർത്ഥകമായ ജീവിതമാണ്! എത്ര മനുഷ്യരുടെ മനസ്സ് നിറച്ചുകൊണ്ടാണ് ഈ യാത്ര പോകുന്നത്! എത്ര മനുഷ്യരാണ് തേങ്ങിക്കരയുന്നത്! കുഞ്ഞുങ്ങളാണ് കണ്ണുനിറയെ കാണുന്നത്! പ്രായാധിക്യമുള്ളവരാണ് എല്ലാ പരാധീനതകളെയും അതിജീവിച്ച് അവിടെ വന്നു നിൽക്കുന്നത്.